ഗൈസ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണും, ആരും സ്കിപ്പ് ചെയ്തിട്ടോ. അപ്പോൾ ഇന്ന് ഒരാളും കൂടെ നമ്മൾ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇയാൾക്കും വേണ്ടിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യണ്ടായ. അപ്പോൾ വിചാരിക്കും എന്തിനാ അശ്വതിച്ച് വീഡിയോയിൽ നിന്ന്, അതൊക്കെ ഉണ്ട് വഴിയെ മനസ്സിലാവും എന്താ സംഭവം എന്ന്. ആരാൻ്റെ കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കൂല, അതാണ് സംഭവമായിട്ട് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇന്ന് അശ്വതിച്ചിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്നാണ് സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കത് എന്താന്നുള്ളത് നോക്കാട്ടോ. എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇത്. പക്ഷെ അശ്വതിച്ച് പറഞ്ഞത് എന്തോ സ്പെഷ്യലാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ തന്നെ കേട്ടോ, ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണാട്ടോ. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭദ്രമായിട്ട് നന്നായിട്ട് തന്നെ പാക്കൊക്കെ ചെയ്തിട്ടാണ്. എന്നെക്കാളും ക്യൂരിയോസിറ്റി അശ്വതിച്ച് കേട്ടോ. പക്ഷെ പറഞ്ഞു വരികയാണെങ്കിൽ വീഡിയോന്റെ മുന്നിൽ കൂടുതൽ ക്യൂരിയോസിറ്റി ഞാനാ കാണിക്കുന്നത്. എന്തോ ഒരു പ്രത്യേകിച്ച് എന്തോ ഒരു സംഭവം അതിനുള്ളിലുണ്ട് ഗൈസ്. ഒരു ബോക്സ് മിഠായി എന്തെങ്കിലും ആവോ? ആഹാ, മാമ്പഴക്കാലം. നമ്മളെ കുട്ടിക്കാലത്തുമായി സംബന്ധിച്ച് എന്തോ ഒരു സംഭവം ആട്ടോ അത്. എന്തോ ഒരു കുട്ടിക്കാലം നൊസ്റ്റാൾജി ആണല്ലോ സംഭവം അത്. കുട്ടിക്കട്ടെ, ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൊടുത്തതാണ് സംഭവം അത് കേട്ടോ. അത് ഇത് മനസ്സിലായല്ലോ. വഴിയാ നല്ല മണമൊക്കെ ഉണ്ടല്ലോ. കേട്ടോ, അതിൽ തല തിരിച്ചിട്ടായിരിക്കും കാണാം. മാമ്പഴക്കാലം. ഈ മാമ്പഴത്തിന് മാങ്ങയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതില് ഓപ്പണിംഗ് ഉണ്ട് അതില്. ആ ഇവിടെ അല്ലേ. ആഹാ, ഹലോ ഗൈസ്, കാണേണ്ടത് ശരിയാട്ടോ. കുട്ടിക്കാലത്തെ പല ഓർമ്മകളാണ് കേട്ടോ ഈ വരുന്നത്. ഫസ്റ്റ് വൺ ബാലരമ്മ. അയ്യോ അല്ലേ, ഇത് കാണുമ്പോ തന്നെ എന്തൊരു അല്ലേ, നമ്മൾ പണ്ടത്തെ കാലത്തോട്ടൊക്കെ പോയിട്ട് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലോട്ടൊക്കെ അങ്ങ് എത്തി ഗൈസ്. നമ്മളെ ഡാങ്കിനി അമ്മൂമ്മ, കുട്ടൂസ്, മായാവി, രാജു, രാധ എല്ലാരും ഉണ്ട് കേട്ടോ ഇതില്. ഫസ്റ്റ് എന്താ അടുത്ത കേട്ടോ. ആ ഇനി ഇതില് വേറൊരു സംഭവം ഉള്ളത് ഗൈസ്. ആഹാ, എന്തോ ഒരു ഹൽവയാണ് കേട്ടോ ഇത്. ഇതെന്ത് ഹൽവന്നല്ലേ ഇത്? ഹൽവ. എന്ത് ഹൽവ? മാങ്ങയുടെ തന്നോണം. അത് അത്രയും സ്മെല്ല് കിട്ടും ഇതിന്. അപ്പം നമുക്കിത് ഇനി അടുത്തത് ഇത് കട്ട് ചെയ്യാം. ഇവിടെ ശരിച്ചേക്ക് വന്ന കേട്ടോ. പൊട്ടിക്കണോ വിചാരിക്കും. എനിക്ക് വന്ന സാധനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ അതൊന്നല്ല കേട്ടോ, ഇത് ചെയ്യാനാ. ചക്കയുടേതാണ് ഗൈസ്, മാങ്ങല്ല കേട്ടോ, ചക്കയുടെ മണ. എനിക്കും മാറിപ്പോയതാ. പക്ഷെ മാമ്പഴക്കാലം കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാമ്പഴമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി വായിക്കാനുള്ള ബാലരമ ഏതായാലും കിട്ടിയിട്ടാ. ഒരാൾ ആദ്യം വായിക്കും, പിറ്റേ ദിവസം ഒരാൾക്ക് വായിക്കാമല്ലോ. അപ്പോൾ മാറി മാറി വായിക്കാൻ നമുക്ക് ബാലരമ വന്നിട്ടുണ്ട്. അതിലൂടെ കളിക്കുറുക്കും കൂടെ വേണമായിരുന്നല്ലേ. ബാലരമ, ബാലഭൂമിയൊക്കെ വായിച്ചവരൊക്കെ അല്ലേ ഇതിൽ കാണുന്നവരൊക്കെ. അപ്പോൾ ഇത് നമുക്ക് അശ്വതിച്ചിക്ക് തന്നെ ആദ്യം ഹൽവയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ. ആഹാ, ചക്കക്കുരുവാണ്. ആ ഇതിന് മേലെ കിടക്കുന്ന വെള്ള സാധനം എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് അല്ല, ബദാമല്ല. ബദാമാണിത്. ഏയ് അല്ല, നോക്കിയേ, ബദാമാ. ഞാൻ ചക്കക്കുരു വന്നു ഗൈസ്, സോറി. അപ്പൊ അശ്വതിച്ചിന്റെ ഫ്രണ്ട് രേഷ്മ അല്ലേ, രേഷ്മ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതാവുന്ന അശ്വതിച്ചിനോട് പറഞ്ഞു ഒരു സാധനം വന്നിട്ടുണ്ട്, എന്താണ് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അശ്വതിച്ചിനെ ആകെ ഷോക്കായി പോയില്ലേ. കണ്ടോ, അതാണ് കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വേണം. നമുക്കും കുറെ ഫ്രണ്ട് ഉണ്ട്, ആളാരാന്ന് പോലും കണ്ടാൽ പോലും മനസ്സിലാവൂല. ഇതൊക്കെയാണ് അവസ്ഥ. അശ്വതിച്ചി
അപ്പോൾ അശ്വതിയേച്ചിനെ ആദ്യം നോക്കപ്പോൾ കണ്ട നമുക്കും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എന്തിന് പേരിന് കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ വേണം. ഞാൻ നോക്കട്ടെ കേട്ടോ. നല്ല സ്മെല്ല്. ശരിക്കും ചക്ക തിന്നണം അതുപോലെ തന്നെ അല്ലേ. ചക്കയുടെ പീസ് നമ്മൾ കഴിക്കൂലേ, സൂപ്പറാട്ടോ, അടിപൊളി സാധനം. അപ്പോൾ ഈ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണതിൽ ഒരു പങ്കാളിയാവാൻ പറ്റിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു ഗൈസ്. ഏതായാലും ചെറിയ കഷ്ടം കഴിക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ അത് തന്ന രേഷ്മയോട് താങ്ക് യു സോ മച്ച് അല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അശ്വതിയേച്ചിക്ക് ഇന്ന് നേരം പോകാനുള്ള ബാലരമ വായിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വായിക്കണ്ടേ. ബാലരമ കുറേ നല്ല ബുക്ക് വായിക്കുന്ന ആളാട്ടോ. അപ്പോൾ ഒന്ന് വായിക്കാനും വായന കൂടുതലുള്ളതാണെന്ന് തോന്നുന്നത്. ഇനി ബാലരമ വായിച്ചാൽ മതിയുള്ള ചിന്തയിൽ അത് അയച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളൂ. ഇതാണ് സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ.